ഞാൻ ഡോക്ടർ ജിഷ മേരി. ഇന്ന് നമുക്ക് ശ്യാമമേഘമേ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലയാളം സെമി ക്ലാസിക്കൽ സോങ്ങിന്റെ സ്വരങ്ങളുടെ ആദ്യ ഭാഗം എങ്ങനെ പാടാമെന്ന് പഠിക്കാം. അപ്പോൾ ഓരോ സ്വരങ്ങളായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ കൂടെ പാടുക, അത് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കൂടെ പാടി പഠിക്കാം. എപ്പോഴും ഇത്രയും ടഫായിട്ടുള്ള സോങ്സ് പഠിക്കുമ്പോൾ അതിന് സ്വരങ്ങൾ എടുത്തു വെച്ചിട്ട് ഇതേപോലെ ഓരോരോ സ്വരങ്ങളായിട്ട് നമ്മൾ ഒന്നാം കാലത്തിൽ, രണ്ടാം കാലത്തിൽ, മൂന്നാം കാലത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു പാട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പാടുന്നത്. എപ്പോഴും പാടുമ്പോൾ സ്വരസ്ഥാനങ്ങൾ ക്ലിയർ ആയിരിക്കണം. എന്തെങ്കിലും പാടി പോവുമല്ല. അതിന് വേണ്ടിയിട്ടാണ് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കണമെന്ന് പറയുന്നത്. സ്വരസ്ഥാനങ്ങൾ കൃത്യമായിരിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഈ സ്വരങ്ങൾ പാടുന്നതെന്ന് അധികം ബോറടിപ്പിക്കാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം. നി സ ഗ സ നി സ ഗ സ നി സ ഗ സ നി സ ഗ സ പ. തുടക്കത്തിൽ സ്വരമായി നിസ ഗസ എന്ന് പറയുന്ന സ്വരങ്ങൾ 4 പ്രാവശ്യം പാടുന്നുണ്ട്. എങ്ങനെയാ? നി സ ഗ സ നി സ ഗ സ. പാടും. നി സ ഗ സ നി സ ഗ സ നി സ ഗ സ നി സ ഗ സ. കിട്ടിയോ? ഒരുമിച്ച് പാടാം. നി സ ഗ സ നി സ ഗ സ നി സ ഗ സ നി സ ഗ സ. ഓക്കെ, ഒന്നാം കാലം. അപ്പൊ ഇനി രണ്ടാം കാലത്തിൽ പാടുമ്പോഴോ? നി സ ഗ സ നി സ ഗ സ നി സ ഗ സ നി സ ഗ സ. മൂന്നാം കാലത്തിൽ പാടുമ്പോഴോ? നി സ ഗ സ നി സ ഗ സ നി സ ഗ സ നി സ ഗ സ. അത്രേ ഉള്ളൂ, സിമ്പിൾ. അടുത്തത് എന്താ? പാ പാ പാ. കിട്ടിയല്ലോ? ഓക്കെ, അപ്പൊ ഇനി ഒരുമിച്ച് പാടാം. ഒന്നാം കാലത്തിൽ നി സ ഗ സ നി സ ഗ സ നി സ ഗ സ നി സ ഗ സ പ. ഓക്കെ അല്ലേ? രണ്ടാം കാലത്തില് നി സ ഗ സ നി സ ഗ സ നി സ ഗ സ നി സ ഗ സ പ. സിമ്പിൾ അല്ലേ? മൂന്നാം കാലത്തില് നി സ ഗ സ നി സ ഗ സ നി സ ഗ സ നി സ ഗ സ പ. ഓക്കെ, ഈസി. അപ്പൊ ആദ്യത്തെ ലൈൻ കഴിഞ്ഞു. അടുത്തത് ഇതേപോലെ തന്നെ 4 സ്വരങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സ ഗ മ ഗ. പാടൂ. സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ ഗ സ. ഒരുമിച്ച് സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ ഗ സ. ഓക്കെ, രണ്ടാം കാലം സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ ഗ സ. മൂന്നാം കാലം സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ ഗ സ. ഓക്കെ, കിട്ടിയോ? അപ്പോൾ ഈ 2 ലൈൻ മൊത്തത്തിൽ നമുക്ക് ഒന്നാം കാലത്തിലൊന്ന് പാടാം. നി സ ഗ സ നി സ ഗ സ നി സ ഗ സ നി സ ഗ സ പ. സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ ഗ സ. രണ്ടാം കാലം നി സ ഗ സ നി സ ഗ സ നി സ ഗ സ നി സ ഗ സ പ. സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ ഗ സ. മൂന്നാം കാലം നി സ ഗ സ നി സ ഗ സ നി സ ഗ സ നി സ ഗ സ പ. സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ ഗ സ. ഓക്കെ, അപ്പൊ ടെക്നിക്കലി നമ്മൾ സ്വരസ്ഥാനങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇത് പാടുമ്പോൾ നമ്മുടെ ആ രാഗഛായയും കൂടി വരുത്തിയിട്ട് ഭംഗിയായിട്ടൊന്ന് പാടണം. അതെങ്ങനെയാ? ഒന്ന് ഭംഗി കൊടുത്താൽ മതി. നി സ ഗ സ നി സ ഗ സ നി സ ഗ സ നി സ ഗ സ പ. സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ ഗ സ. ചില സ്വരങ്ങൾക്ക് ഒരു ചെറിയ പുഷ് കൊടുത്തു. ഓക്കെ, നി സ ഗ സ നി സ ഗ സ നി സ ഗ സ നി സ ഗ സ പ. സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ ഗ സ. അപ്പൊ പാടുമ്പോൾ ഓർക്കണം, ഈ സാക്കൊരു പുഷ് കൊടുക്കുന്നുണ്ട് അല്ലേ? പുഷ് കൊടുക്കുന്നുണ്ട്. ആ പുഷ് കൊടുത്ത് പാടുമ്പോഴാണ് അതിന്റെ ഭംഗി വരുന്നത്. പിന്നെ വളയ്ക്കുന്നോർത്തൊന്ന് വളച്ച് സ്വരങ്ങളൊന്ന് കണക്ട് ചെയ്ത് നമ്മൾ ഭംഗിയായിട്ടങ്ങ് പാടി. അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ
നമുക്ക് ഒറ്റ ശ്വാസത്തിൽ പാടാൻ കിട്ടാനായിട്ട് ശ്വാസം എടുക്കേണ്ട സ്ഥലങ്ങളുണ്ട്. ആ കൃത്യമായ സ്ഥലങ്ങളിൽ ശ്വാസം എടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് ഫുള്ളായിട്ട് പാടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ലോങ് സ്വരമായതുകൊണ്ട് തുടക്കത്തിൽ ആ ഒരു ബീറ്റിന് മുൻപായിട്ട് നമ്മൾ ലോങ് ബ്രെത്ത് എടുത്തിട്ട് വേണം ഈ ഒരു സ്വരങ്ങൾ പാടാൻ തുടങ്ങും. എങ്കിൽ മാത്രമേ നമുക്കിത് ആ പാട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് പാടാൻ പറ്റുള്ളൂ. പാട്ട് പാടുക എന്ന് പറയുന്നത് നമ്മുടെ പാട്ട് പാടാനുള്ള കഴിവും നമ്മുടെ സ്വരശുദ്ധിയും അത് മാത്രമൊന്നുമല്ല, ഇങ്ങനെ കുറേ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ബ്രെത്ത് എടുത്തിട്ട് പാടുവാണേ. നിസഗസ 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 പാ സഗമഗ 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 സ നിസഗസ 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 പാ സഗമഗ 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 സ. കിട്ടിയല്ലോ, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നോക്കാം. ടടടടൻ സനിപ ടടടടൻ നിപമ ടടടടൻ സനിപ ടടടടൻ നിപമ. അല്ലേ, അങ്ങനെയല്ലേ കിടക്കണേ. സനിപ പാടൂ. സനിപ ആ സനിപ സനിപ സനിപ. ഒന്നും കൂടി, മൂന്നാം കാലം. സനിപ. ഓക്കെ, നിപമ നിപമ. രണ്ടാം കാലം നിപമ നിപമ. മൂന്നാം കാലം നിപമ നിപമ. ഓക്കെ, അപ്പൊ ഒരുമിച്ച് ഒന്നാം കാലം എങ്ങനെ പാടാം? സനിപ നിപമ സനിപ നിപമ സനിപ നിപമ. ഒന്നാം കാലം, രണ്ടാം കാലം, മൂന്നാം കാലം, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത് കുറച്ച് ടഫാണ്. ഭയങ്കര ഫാസ്റ്റായിട്ട് പാടുന്നതാണ്. പക്ഷെ സ്വരങ്ങളുടെ ആ ഒരു സംക്രമണം കറക്റ്റ് ആയിരിക്കണം. സനിധ സമഗ പമനി പസാനി ഗനിസ സനിധ സമഗ പമനി പസാനി ഗനിസ. ഈ സ്വരങ്ങളെ നമ്മൾ സ്റ്റേജിൽ പാടി കഴിയുമ്പോൾ തന്നെ ആളുകൾ കൈയടിക്കും. സനി ദസ മഗ പമ നിപ സാനി ഗനിസ. ഒന്നുകൂടി. സനി ദസ മഗ പമ നിപ സനി ഗനിസ. ഓക്കെ, സനി ദസ മഗ പമ നിപ സനി ഗനിസ. പാടി നോക്കൂ. സനി ദസ മഗ പമ നിപ സനി ഗനിസ. ഓക്കെ, കിട്ടിയല്ലോ, അത്രേ ഉള്ളൂ. അടുത്തത് ഇത്തിരി കൂടി ടഫാണ്. പനിസ നിസഗ സഗമ ഗമ പമ പനി പനിസ നിസഗ സ. പറഞ്ഞു തരാം കേട്ടോ. പനിസ പാടും. നിസഗ സഗമ ഗമ പ മ പനി പനിസ നിസഗ സ. ഓക്കെ, പനിസ നിസഗ സഗമ ഗമ പ മ പനി പനിസ നിസഗ സ. പനിസ നിസഗ സഗമ ഗമ പ മ പനി പനിസ നിസഗ സ മ പനി പനിസ നിസഗ സ നിസഗ സ. നമ്മൾ ആദ്യം പാടിയ നിസഗ സ. അത്രേ ഉള്ളൂ ആദ്യത്തെ സ്വരങ്ങൾ. ഓക്കെ, ഇനി ആദ്യം മുതൽ ഞാനൊന്ന് മൂന്നാം കാലത്തിൽ പറഞ്ഞു തരാം, അതിൻ്റെ കൂടെ പാടി പഠിച്ചാൽ മതി. ഓക്കെ, നിസഗ സ നിസഗ സ നിസഗ സ നിസഗ സ പാടൂ. സഗമഗ 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 സ. നിസഗ സ നിസഗ സ നിസഗ സ നിസഗ സ പ.
സഗമഗ 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 സ സനിപ നിപമ സനിപ നിപമ സനിദ സമഗ പമ നിപ സനിദ നിസ പനി സനി സഗ സഗമ ഗമ പമ പനി പനി സനി സഗ സ. കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഒറ്റ സ്ട്രെച്ചിന് പാടാം. എന്റെ കൂടെ അങ്ങ് പാടിക്കോട്ടോ. റെഡി? 1 2 3 സ്റ്റാർട്ട്. നിസഗ സനി സഗ സനി സഗ സനി സഗ സ പ സഗമഗ 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 സ നിസഗ സനി സഗ സനി സഗ സനി സഗ സ പ സഗമഗ 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 സ സനിപ നിപമ സനിപ നിപമ സനിദ സമഗ പമ നിപ സനിദ നിസ പനി സനി സഗ സഗമ ഗമ പമ പനി പനി സനി സഗ സ ശ്യാമമേഘമേ സഗമപ. ഓക്കെ, അപ്പോൾ എളുപ്പമായില്ലേ? അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, ഡോക്ടർ ജിഷ മേരി.